UAE പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട എക്സ്പോസ്റ്റിൽ ചില വിവരങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. അത് ഇങ്ങനെയാണ് അത് വരുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ട്വീറ്റ്സ്, I spoke with President of the UAE, my brother Sheikh Mohammed bin Zayed Al Nahyan. He strongly condemned the attacks on the UAE and condoled the loss of lives in these attacks. India stands in solidarity with the UAE in these difficult times. Thanked him for taking care of the Indian community living in the UAE. We support de-escalation, regional peace, security and stability. എന്നതാണ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റായി വന്നിരിക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, UAE പ്രസിഡന്റുമായി സംസാരിച്ചു. അതിൽ UAEക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചു. ഡി-എസ്കലേഷനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ആ പ്രദേശത്തെ സമാധാനം, സുരക്ഷ, സുസ്ഥിരത, ഇതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നതായി വിവരങ്ങൾ വരുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ട്വീറ്റിന്റെ ഉള്ളടക്കം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? അവിടുത്തെ ഇന്ത്യക്കാരെ മുഴുവൻ അവരുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അച്യുതൻ വിശദാംശങ്ങൾ? പശ്ചിമേഷ്യയിലെ സാഹചര്യം വഷളായതിനു പിന്നിൽ ഇത് ആദ്യമായാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും UAEക്ക് എതിരായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒപ്പം തന്നെ ഈ ദുഷ്കരമായ സമയങ്ങളിൽ ഇന്ത്യ UAEയുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുകൂടി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ത്യൻ സമൂഹത്തിനെ സുരക്ഷ ഒരുക്കിയതിലുൾപ്പെടെ പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രാദേശിക സമാധാനം, സ്ഥിരത എന്നിവ നിലനിർത്തുന്നതിനും UAE പിന്തുണയ്ക്കുന്നു എന്നുകൂടി ഇപ്പോൾ ഇന്ത്യ അറിയിക്കുകയാണ്. ഇത് ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു രാഷ്ട്ര തലവനുമായി ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ സംസാരിക്കുന്നത്. നേരത്തെ ഈ ഗൾഫ് രാജ്യങ്ങളുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ സംസാരിച്ചിരുന്നു. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളാണ് ചർച്ചയായത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തമിഴ്നാട്, പോണ്ടിച്ചേരി ഈ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുകയും ഒപ്പം തന്നെ ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുകയും ചെയ്തത്. ആ യോഗത്തിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ യോഗം ഡൽഹിയിൽ പുരോഗമിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഈ UAE പ്രസിഡന്റുമായി സംസാരിച്ച കാര്യം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. GK. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. UAE പ്രസിഡന്റുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. UAEക്കെതിരായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ഇന്ത്യക്കാരുടെ മുഴുവൻ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങൾക്ക് നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. പ്രദേശത്ത് സമാധാനവും സുരക്ഷയും അതോടൊപ്പം സ്ഥിരതയും ഉണ്ടാക്കണം എന്നതാണ് ഇന്ത്യയുടെ ആഗ്രഹം എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.